ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ പറയട്ടെ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 15 ആയതുകൊണ്ട് ഹസ്ബൻഡ് വീട്ടിലുണ്ട്. അപ്പോൾ വീടിൻ്റെ അല്ല, നമുക്ക് ബെഡ്റൂമിൻ്റെ ഗെറ്റപ്പൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് ഒന്ന് മാറ്റി നോക്കാം, കട്ടിലിൻ്റെ പ്ലേസൊക്കെ ഒന്ന് മാറ്റി നോക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികളും എല്ലാവരും ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ബാക്ക് പെയിൻ ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഏട്ടനും മക്കളും കൂടിയിട്ടാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് കെട്ടിയിട്ടുള്ള വീടാണ് കേട്ടോ ഇത്. 2013 മുതലുള്ള ആഗ്രഹമാണ് വീട് വേണം എന്നുള്ളത്. പക്ഷെ അത് സഫലമായത് 2024 ഓഗസ്റ്റ് 24-നാണ്. അപ്പോൾ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ഭയങ്കര ഹാപ്പിയാണ്. ഏറ്റവും വലിയൊരു സ്വപ്നമാണ് വീട് എന്നുള്ളത്. ബിക്കോസ് ഞങ്ങൾ ലവ് മാരേജ് ആയതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം സഹിച്ചുകൊണ്ടാണ് ജീവിതമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് ഇവിടം വരെ എത്തി. 2 മക്കളും നല്ലൊരു മാക്സിമം നമ്മൾ ആഗ്രഹിച്ചതിൽ കൂടുതൽ കുറച്ച് വലിയൊരു വീടും എല്ലാം ഉണ്ടാക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് പലപ്പോഴും പല സാഹചര്യങ്ങളിലും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് ദൈവം അനുഗ്രഹിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു കുറച്ച് വലിയൊരു കട്ടിൽ വേണം എന്നുള്ളത്. കാരണം ഞങ്ങൾ കോയമ്പത്തൂർ വാടക വീട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു ബെഡും ആ സമയത്തൊക്കെ കുഞ്ഞുങ്ങളുണ്ടാവുന്നോ അങ്ങനെ ഒന്നും കുട്ടികൾ വേണമെന്നോ കുട്ടികൾ ഇനി ഭാവിയിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് വലിയൊരു ബെഡ് വേണം അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടാളും മാത്രമല്ലേ എന്ന് വിചാരിച്ചിട്ട് വളരെ കുഞ്ഞൊരു ബെഡാണ് ഉണ്ടായിരുന്നത് ആ സമയത്തൊക്കെ. അപ്പോൾ ഫസ്റ്റത്തെ മോളും കൂടി ഉണ്ടായപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ രണ്ടാമത്തെ മോനും കൂടി ആയപ്പോൾ 2 പ്ലേസിലായി കിടത്തൊക്കെ. അപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് കിടക്കണം എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സെൻറ്റർ കോട്ടായിട്ട് നമുക്ക് കുറച്ച് വലിയൊരു ബെഡ്റൂം വേണം, അതിൽ സെൻറ്ററിൽ കോട്ട് ഇടണം, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെൻറ്റർ കോട്ടാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വീട് കെട്ടുന്ന സമയത്ത്. പിന്നെ ഇപ്പോൾ കുട്ടികൾ സെൻറ്ററിൽ കിടക്കുന്ന സമയത്ത് താഴെ വീഴാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈഡിലേക്ക് ചേർത്ത് ഇട്ട് നോക്കിയതാണ്. പക്ഷേ അപ്പോഴും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്ത സമയത്ത് റൂമിൽ കുറച്ചുകൂടെ ഒന്നുകൂടെ സ്പേസ് കൂടുതൽ കിട്ടിയതായിട്ട് തോന്നി. അപ്പോൾ ഇത് കുറച്ച് കുറച്ച് വലിയ റൂം തന്നെയാണ് കേട്ടോ ഇത്. അതായത് എൻ്റെ അനിയൻ ഫർണിച്ചർ വർക്കാണ്. അവൻ ഒരു സൈറ്റിൽ വർക്കിന് പോയ സമയത്ത് അവൻ പറഞ്ഞു, റൂമായാൽ ഇങ്ങനെ വേണം ചേച്ചി, അത്രയും നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ലൊരു റൂമായിരുന്നു, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ മൈൻഡിൽ എങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് പറഞ്ഞു എനിക്ക് ഒരു ബെഡ്റൂം എന്തായാലും വലുതായിട്ട് തന്നെ വേണം, 14 സൈസ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 14-ന് 10 കിട്ടിയിട്ടുള്ളത്. എന്നാലും കൂടിയിട്ട് അത് യൂസ്ഫുള്ളാണ്, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പേസാണ്. ഒരുപാട് വേസ്റ്റ് എന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഒരുപാട് ചെറുതെന്നും പറയാൻ പറ്റില്ല. കറക്റ്റായിട്ടുള്ളൊരു അളവാണ് ഈ 14x10 എന്ന് പറയണത്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു റൂമിൽ ഗ്രീൻ കളറായിട്ട് മൊത്തം ഗ്രീനറി വേണം എന്നുള്ളത്. അപ്പോൾ ബാത്റൂമിൻ്റെ ഡോറും ഞാൻ ഗ്രീനാണ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ കേർട്ടൻസൊക്കെ ഫുള്ളായിട്ടുള്ള തന്നെ 7 ഫീറ്റിൻ്റെ തന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അതുപോലെ ബെഡ് കവറും ബെഡ്ഷീറ്റും എല്ലാം ഞാൻ ഗ്രീൻ തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഹൗസ് വാമിങ്ങിന് അതൊക്കെ സാധിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടൻ ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുക, കൂടെ ഹെൽപ്പിന് മക്കളും കൂടെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളെ കൂടെ എല്ലാത്തിലും എൻഗേജ്ഡ് ആക്കണം നല്ലൊരു കാര്യമാണ് കേട്ടോ. അവർക്ക് കുറച്ചൊരു മോട്ടിവേഷനും കൂടിയാണ് എല്ലാ വർക്കുകളും ചെയ്യാനുള്ളത്. ഭാവിയിൽ
മടി പിടിച്ച് ഇരിക്കാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല കുട്ടികൾക്ക്. അവരെ കൊണ്ട് ഓരോന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാനും ഞാൻ മാക്സിമം എൻ്റെ മോളെ കൊണ്ട് അവിടെ ക്ലീൻ ചെയ്യാനും ഇവിടെ ക്ലീൻ ചെയ്യാനും TV യൂണിറ്റ് ക്ലീൻ ചെയ്തതാന്നൊക്കെ പറയുമ്പോൾ ബുക്സൊക്കെ ക്ലീനായി കറക്റ്റായി വെക്കുമെന്ന് പറയുമ്പോൾ അവളെല്ലാം ചെയ്തു തരാറുണ്ട്. അവൾക്ക് അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ.